والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യവനായ പടച്ച തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ വന്നുവ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. ബാക്കിയുള്ള ആയുസ്സിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാന മുഅ്മിനായി മരിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ആജിലും മുസ്തമിറുമായ ഷിഫ നൽകുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന മനുഷ്യർ, ഫലസ്തീനുകൾ ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മിനിഞ്ഞാന്ന് ജനുവരി മാസം 14-ാം തീയതി ബുധനാഴ്ച അന്താരാഷ്ട്ര തലത്തിൽ ഇന്റർനാഷണൽ ലോജിക് ഡേ എന്ന പേരിൽ ലോക യുക്തി ദിനം ആചരിക്കപ്പെടുകയുണ്ടായി. യുനെസ്കോയുടെ ആഹ്വാനപ്രകാരം 2019 മുതലാണ് എല്ലാ വർഷവും ജനുവരി മാസം 14-ാം തീയതി ലോക യുക്തി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ദിനാചരണത്തിന്റെ ഉദ്ദേശം യുക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനുഷ്യരെ ബോധവൽക്കരിക്കുക, യുക്തിചിന്ത സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ്. ധാരാളം പരിപാടികൾ ക്യാമ്പസുകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് ജനുവരി 14-ന് സംഘടിപ്പിക്കപ്പെടാറുണ്ട്. ജനുവരി 14 അതിനുവേണ്ടി തെരഞ്ഞെടുക്കാനുണ്ടായ കാരണം കൂർട്ട് ഗോഡൽ എന്ന് പറയുന്ന 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ യുക്തിചിന്തകന്റെ ചരമദിനമാണ് ജനുവരി 14. കൂർട്ട് ഗോഡൽ എന്ന് പറയുന്ന വലിയ യുക്തിചിന്തകൻ, വലിയ ബുദ്ധിരാക്ഷസനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇന്നും സമൂഹത്തിൽ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പക്ഷെ രണ്ട് വ്യത്യസ്തതകൾ അദ്ദേഹത്തിന്റെ വിഷയത്തിലുണ്ട്. അദ്ദേഹം ലോകം കണ്ട 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ യുക്തിചിന്തകനായിരിക്കുമ്പോഴും അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം, മനുഷ്യന്റെ അറിവുകൾക്കൊരു പരിമിതിയുണ്ട്. അതുകൊണ്ട് സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യന് നന്നായി ജീവിക്കാൻ കഴിയില്ല. മനുഷ്യന് നല്ലവനായി ജീവിക്കണമെങ്കിൽ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾക്കുപരി വേറെ ചില നിയമങ്ങൾ മനുഷ്യന് അനിവാര്യമാണ് എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആനും പറഞ്ഞത്, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. മനുഷ്യർക്ക് കിട്ടിയ അറിവെന്ന് പറയുന്നത് പരിമിതമാണ്. അതുകൊണ്ട് ആകാശത്തു നിന്നുള്ള വഹീന്റെ അറിവില്ലാതെ, വഹീ ലഭിക്കാതെ ഒരു മനുഷ്യന് പൂർണാർത്ഥത്തിൽ നല്ലവനായി ജീവിക്കാൻ കഴിയില്ല എന്ന ചിന്തയാണ് ഖുർആൻ പങ്കുവച്ചത്. ഈ ചിന്തയിലേക്ക് ഇദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വിചിത്രത എന്ന് പറയുന്നത്, അദ്ദേഹം വലിയ ബുദ്ധിമാനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വലിയ പേടിയുള്ളയാളായിരുന്നു. വല്ലാത്ത ഭയം അദ്ദേഹത്തെ പിടികൂടിയിരുന്നു. അതേപോലെ വലിയ സംശയരോഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിതത്തിന്റെ അവസാന കാലത്ത് ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നാണ്.
കാരണം ഏതു ഭക്ഷണം കഴിച്ചാലും ആരെങ്കിലും തന്നെ ഭക്ഷണത്തിൽ വിഷം തന്നു തന്നെ അപായപ്പെടുത്തുമോ എന്നുള്ള ഭയം മൂലം ഭക്ഷണമേ കഴിച്ചില്ല. അങ്ങനെയുള്ള അദ്ദേഹം 1979 ജനുവരി 14 അദ്ദേഹം വിശന്ന് മരിക്കുന്നത്. ലക്ഷക്കണക്കിന് സമ്പാദ്യമുണ്ടായിട്ടും ആരെങ്കിലും തന്നെ വിഷം തന്നു കൊന്നാലോ എന്ന ഭയത്തിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഭക്ഷണം കഴിക്കാതെ 1979 വിശന്നു മരിച്ച 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ബുദ്ധിജീവിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ജനുവരി 14. ലോകത്തെ യുക്തിചിന്ത, മെറ്റീരിയലിസം കൂടി വരികയാണ്. കണ്ടതിനെ മാത്രം വിശ്വസിക്കുക, തന്റെ യുക്തിക്ക് തോന്നിയത് മാത്രം സ്വീകരിക്കുക, അതിനപ്പുറത്തുള്ളതിനെ നിരാകരിക്കുക എന്നുള്ളതാണ് യുക്തിചിന്ത. ഇന്ന് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്കിടയിൽ, വേണ്ട വിധത്തിൽ മതബോധം കിട്ടാത്ത ആളുകൾക്കിടയിൽ ഇത്തരം ചിന്താഗതികൾ കൂടി വരികയാണ്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആനിലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ സാധിക്കുമോ, അതൊക്കെ എങ്ങനെയാണ് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുക എന്ന് തിരിച്ചു ചോദിക്കുന്ന വിദ്യാസമ്പന്നരായ അഭ്യസ്തവിദ്യരായ ഒരു യുവസമൂഹം ഇന്ന് നമുക്കിടയിലുണ്ട്. ശാസ്ത്രം എന്നുള്ളത് യുക്തിചിന്തയാണ്. യുക്തിക്ക് യോജിക്കാത്തതിനെ, ലോജിക്കില്ലാത്തതിനെ ശാസ്ത്രം സ്വീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രം വളരുന്നത് ചില മതങ്ങൾക്ക് ഭീഷണിയാണ്. കാരണം ലോജിക്കില്ലാത്ത പല കാര്യങ്ങളുമാണ് പല മതങ്ങളും ഇവിടെ പ്രചരിപ്പിക്കുന്നത്. പക്ഷെ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിന്റെ വളർച്ച ഇസ്ലാമിന് ഗുണകരമാണ്. യുക്തിചിന്തയും ശാസ്ത്രബോധവും മനുഷ്യരിൽ വളരുന്നതിനനുസരിച്ച് ഇസ്ലാം മനുഷ്യർക്ക് സ്വീകാര്യമാകുമെന്നാണ് ഇന്ന് വരെയുള്ള അനുഭവങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ വളർച്ചയും പുതിയ പുതിയ പഠനങ്ങളെയും ഇസ്ലാം ഒരിക്കലും ഭയപ്പെടുന്നില്ല. ശാസ്ത്രം ഒരിക്കലും ഇസ്ലാമിനെതിരല്ല, ഇസ്ലാം ശാസ്ത്രത്തിനും എതിരല്ല. വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല, അതൊരു മതഗ്രന്ഥമാണ്. പക്ഷേ ശാസ്ത്രത്തിന്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇസ്ലാമിന്റെ കാര്യങ്ങളെ കൂടുതൽ ശരിവയ്ക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആപേക്ഷിക സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സമയം എന്നുള്ളത് ആപേക്ഷികമാണ്. അതാണ് ന്യൂട്ടൺ പറഞ്ഞത്, ഐൻസ്റ്റീൻ പറഞ്ഞത്. സമയം എല്ലായിടത്തും ഒരുപോലെയല്ല. സമയം ആപേക്ഷികമാണെന്ന് ഐൻസ്റ്റീൻ പറയുമ്പോൾ ഒരു സാധനത്തിന്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സമയം ചുരുങ്ങും, സമയം മന്ദഗതിയിലാകും. അതാണ് ഐൻസ്റ്റീന്റെ ഒരു അഭിപ്രായം. രണ്ടാമത്തത്, ഉയരം കൂടുന്നതിനനുസരിച്ച് സമയം കൂടും. ഇതാണല്ലോ ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ ആപേക്ഷിക സിദ്ധാന്തത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വേഗം കൂടുന്നതിനനുസരിച്ച് സമയം മന്ദഗതിയിലാകുമെന്നുള്ള ഐൻസ്റ്റീന്റെ പഠനം സത്യം പറഞ്ഞാൽ ഇന്ന് സാന്ദർഭികമായി ഇന്ന് പരിശുദ്ധമായ റജബ് മാസത്തിന്റെ 26-ാം ദിവസമാണ്. ഇന്ന് അസ്തമിക്കുന്നതോടുകൂടി റജബ് 27-ാം രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. റജബ് 27-ന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊരു മുസ്ലിമിനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് നടന്ന രാത്രിയാണ് റജബ് 27 രാത്രി. അഭിപ്രായ വ്യത്യാസമുണ്ട് അന്ന് തന്നെയാണെന്ന വിഷയത്തിൽ. എന്നാൽ പോലും ഇന്ന് ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയുടെ ഏതാനും ചുരുങ്ങിയ സമയം കൊണ്ട് പരിശുദ്ധമായ മക്കയിൽ നിന്നും ഒരു മാസത്തെ അന്ന് വഴിദൂരമുള്ള ബൈത്തുൽ മഖ്ദിസിൽ ചെന്നു. അവിടെ നിന്ന് 7 ആകാശങ്ങൾ കടന്ന് സിദ്റത്തുൽ മുന്തഹായിലെത്തി. അപ്പുറത്തു പോയി പടച്ച തമ്പുരാനുമായി സംസാരിച്ച് 5 നേരത്തെ നമസ്കാരം സമ്മാനമായി നമുക്ക് വേണ്ടി ഖിയാമത്ത് നാൾ വരെ സ്വീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്ന ഒരു രാത്രിയാണ് മിഅ്റാജിന്റെ രാത്രി എന്ന് പറയുക. ഇന്നിങ്ങനെ ഒരു സംഭവം നമ്മുടെ യുക്തിപരമായി ചിന്തിക്കുന്ന യുവസമൂഹത്തോട്, വിദ്യാസമ്പന്നരായ ആളുകളോട് പറഞ്ഞാൽ
എങ്ങനെ അത് വിശ്വസിക്കാൻ കഴിയുക? അവിടെയാണ് ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തവുമായി നമ്മൾ ഈ സംഭവത്തെ ഒന്ന് കൂട്ടി വായിക്കേണ്ടത്. ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന മുഅ്ജിസത്താണ്. അത് അമാനുഷികമായ പ്രവാചകൻ അള്ളാഹു കൊടുത്ത ഒരു കഴിവാണ്. അതിനെ ആപേക്ഷിക സിദ്ധാന്തവുമായിട്ട് എല്ലാ അർത്ഥത്തിലും ചേർത്തു വായിക്കുന്നത് ശരിയല്ല. പക്ഷെ ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തം പഠിച്ചാൽ ഇസ്രാ മിഅ്റാജിനെ അതിലൂടെ ശരിവയ്ക്കാൻ കഴിയില്ലെങ്കിൽ പോലും അത് അസാധ്യമല്ല എന്ന് തെളിയിക്കാൻ കഴിയും. അങ്ങനെ ഒരു യാത്ര പ്രവാചകൻ നടത്തിയെന്ന് പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സാധിക്കാമെന്ന് ഈ ആപേക്ഷിക സിദ്ധാന്തത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിവുള്ള ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം സ്പീഡ് കൂടുന്തോറും സമയം ചുരുങ്ങും. അതിസ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു സാധനത്തിൽ നമ്മൾ ഒരു ഘടികാരം ഫിറ്റ് ചെയ്താൽ അതിന്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഘടികാരത്തിന്റെ സൂചികൾ മന്ദഗതിയിലാകും. ഇതാണ് ഐൻസ്റ്റീൻ സ്ഥാപിക്കുന്നത്. 50,000 വർഷമാണ് മഹ്ശർ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. നിങ്ങൾ മഹ്ശറയിൽ നിൽക്കേണ്ടി വരുന്നത് 50,000 വർഷമാണ്. അത് ഖുർആൻ പറയുന്നുണ്ട്. അതൊരു ദിവസമാണ്. ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ 50,000 വർഷമാണ് മഹ്ശറയിലെ ഒറ്റ ദിവസം. ഇതിനെ നമ്മൾ ഈ ആപേക്ഷിക സിദ്ധാന്തവുമായിട്ടൊന്ന് കൂട്ടിയോജിപ്പിച്ചു നോക്ക്. 2 ആകാശങ്ങൾക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത് 500 പ്രകാശ വർഷമാണ്. അങ്ങനെയുള്ള 7 ആകാശങ്ങളുണ്ട്. അപ്പൊ 50,000 ഭൂമിയിലെ വർഷം ഒറ്റ ദിവസം കൊണ്ട് മഹ്ശറിൽ കവർ ചെയ്യാണ്. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയമേ അവൻ അനുഭവപ്പെടുള്ളൂ. ഈ 50,000 വർഷവും ഒരു സുബഹി നിസ്കരിക്കുന്ന സമയം കൊണ്ട് മുഅ്മിന് കടന്നുപോകും. അവന്റെ മഹ്ശർ കഴിയും, അവന്റെ വിചാരണ കഴിയും, അവന്റെ മീസാനിൽ നന്മതിന്മകൾ തൂക്കിക്കഴിയും, അവന്റെ ഹൗദുൽ കൗസറും അവന്റെ സിറാത്തും കഴിയും. സിറാത്തുൽ മുസ്തഖീം കടക്കാൻ 3000 വർഷം വേണം. 3000 വർഷത്തെ വഴിദൂരമാണ് സിറാത്തുൽ മുസ്തഖീം. മുഅ്മിനായ മനുഷ്യൻ ആ സിറാത്തിലൂടെ കൽ ബർഖിൽ ഖാതിഫ്, ഒരു ഇടിമിന്നുന്ന വേഗത്തിലൂടെ ഒരു മുഅ്മിനായ മനുഷ്യനങ്ങ് കടന്നുപോകും. അപ്പൊ ഇതൊക്കെ പരലോകവുമായി ബന്ധിച്ച് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായിട്ട് ഇതിനെ നമുക്ക് 100% തെളിയിക്കാൻ കഴിയില്ല. പക്ഷെ ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ സ്പീഡ് കൂടുന്തോറും സമയം കുറയുന്നു എന്നുള്ള ആ സിദ്ധാന്തത്തിൽ, ഉയരം കൂടുന്തോറും സമയം കൂടുന്നു എന്നുള്ള സിദ്ധാന്തത്തിൽ നമുക്കിതിനെ ഏകദേശം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. മനസ്സിലാക്കുന്നതിന് പ്രയാസം ഉണ്ടാവില്ല. എവിടെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മിഅ്റാജ് കഴിഞ്ഞു വരുമ്പോൾ 13 സഹാബാക്കൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, മുർത്തദായി. എന്താ കാരണം? പ്രവാചകൻ ഒന്ന് പറയാണ്, ഞാൻ ഈ രാത്രി ഇവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദിസിൽ പോയി, അവിടെ നിന്ന് ഞാൻ 7 ആകാശം കടന്നുപോയി, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്ന് സംസാരിച്ച് തിരിച്ചു വന്നു എന്ന് പറയുമ്പോ, ഇന്നലെ വരെ നബിയുടെ കൂടെ കൂടിയ റളിയല്ലാഹു അൻഹും എന്ന് നമ്മൾ പേര് പറഞ്ഞിരുന്ന സഹാബാക്കളിൽ 13 പേര് ഫഖദ് ഇർതദ്ദു, അവര് ദീനിൽ നിന്ന് പുറത്തുപോയി. അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല, ഇതുവരെ പറഞ്ഞതൊക്കെ ശരി, ഇതുവരെ മുഹമ്മദ് നീ പറഞ്ഞതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും, പക്ഷെ ഈ മണ്ടത്തരം ഞങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. 13 പേര്, അന്ന് സഹാബാക്കളായ 13 പേര് ദീനിൽ നിന്ന് പുറത്തുപോയി. അവർ അന്നത്തെ യുക്തിവാദികളായിരുന്നു. അപ്പോ 14 നൂറ്റാണ്ട് കഴിഞ്ഞ് നബിയെ കണ്ടവരെ കാണാത്തൊരു സമൂഹത്തോടാണ് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് തിരുനബിയുടെ ഹദീസ് പറഞ്ഞിട്ട് തിരുനബി ഇങ്ങനെ ഒരു യാത്ര പോയി എന്ന് ഇന്ന് നമ്മൾ പറയുന്നത്. യുക്തി കൊണ്ട് ചിന്തിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു സമൂഹത്തോടാണ് നമ്മളിത് പറയുന്നത്. അവിടെയാണ് പണ്ഡിതന്മാരുടെ നിലപാട്, ഇസ്രായിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശരീരത്തോടു കൂടി, ഇതൊരു സ്വപ്നമല്ല. സ്വപ്നം ആർക്കും എന്തും സ്വപ്നം കാണാം, ആകാശങ്ങൾ സ്വപ്നം കാണാം. പക്ഷെ പ്രവാചകൻ തന്റെ ശരീരത്തോടുകൂടെ പരിശുദ്ധമായ മക്കയിൽ നിന്നും ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി എന്നുള്ള ആ യാത്രയ്ക്കാണ് ഇസ്രാ എന്ന് പറയുക. അതൊരാൾ നിഷേധിച്ചാൽ അയാൾ ഈ ദീനിൽ നിന്ന് പുറത്താണ്. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാ വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി
ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. അല്ലാഹു പരിശുദ്ധനാണ്. സുബ്ഹാൻ, അത്ഭുതങ്ങളെക്കുറിച്ച് പറയാനാണ് സുബ്ഹാൻ എന്ന് പ്രയോഗിക്കുക. സ്വപ്നം ഒരു അത്ഭുതമല്ല. പ്രവാചകന്റെ ശരീരത്തോടുകൂടി പ്രവാചകൻ യാത്ര ചെയ്യുമ്പോഴാണ് അതൊരു അത്ഭുതമായി മാറുക. അസ്റാ ബി അബ്ദിഹി, അവന്റെ അടിമയെ അല്ലാഹു തആല കൊണ്ടുപോയി രാത്രിയിൽ. അടിമ എന്നാണ് പ്രയോഗിക്കുന്നത്. അടിമ എന്ന് വിശുദ്ധ ഖുർആനിൽ റൂഹിന് വേണ്ടി മാത്രം ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. മനുഷ്യന്റെ റൂഹും മനുഷ്യന്റെ ശരീരവും കൂടുന്നതിനാണ് ഖുർആൻ അടിമ അബ്ദ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ അടിമയെ ഞാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ആ അടിമയുടെ ശരീരം കൊണ്ടുപോയി എന്നാണ്. അതുകൊണ്ട് പ്രവാചകന്റെ ബൈത്തുൽ മഖ്ദിസ് വരെയുള്ള യാത്ര ഒരാൾ നിഷേധിച്ചാൽ അയാൾ ഈ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. മിഅ്റാജിനെ ഒരാൾ നിഷേധിച്ചാൽ, അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആകാശയാത്ര ശരീരം കൊണ്ടുണ്ടായി എന്ന് നിഷേധിച്ചാൽ മുബത്തദിയാണ്. ഇതാണ് പണ്ഡിതന്മാരുടെ പൊതുവെയുള്ള ഈ വിഷയത്തിൽ നിലപാടെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വസിക്കൽ, വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങൾ എന്ന നിലയ്ക്ക് വിശ്വസിക്കൽ നിർബന്ധമാണ്. പിന്നെ ഇതെങ്ങനെ നടക്കും? നമ്മൾ മനസ്സിലാക്കേണ്ട ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന തത്വമുണ്ട്. നമ്മളൊക്കെ വിശ്വസിക്കേണ്ടത് ഒരാൾക്കും ഒന്നിനും കഴിവില്ല എന്നാണ് വിശ്വസിക്കേണ്ടത്. ആകാശത്ത് പോകാൻ പോയിട്ട് ഭൂമിയിൽ നിൽക്കാൻ പോലും ഒരാൾക്കും കഴിവില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് ദീനിന്റെ അടിസ്ഥാനം. ഒരു ശക്തിയും ഒരാൾക്കുമില്ല. അള്ളാഹുവിന് മാത്രമേ ശക്തിയുള്ളൂ, ചെറുതും വലുതും. നമ്മുടെ കൈവിരൽ ചലിപ്പിക്കാൻ നമുക്ക് ശക്തിയില്ല. കണ്ണു തുറക്കാനും കണ്ണടയ്ക്കാനും നമുക്ക് ശക്തിയില്ല. ഈ ഭൂമിയിൽ നിൽക്കാൻ പോലും നമുക്ക് ശക്തിയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചോനെ ശക്തിയുള്ളൂ. ഈ ശക്തി പടച്ചോൻ കൊടുത്താൽ ആർക്കും ഉണ്ടാകും. പടച്ചോൻ കൊടുത്ത ശക്തി ആരിൽ നിന്നും പിൻവലിച്ചാലും ആ ശക്തി നഷ്ടപ്പെടുകയും ചെയ്യും. ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത്. ഇത് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ഈ മിഅ്റാജ് യാത്ര വിശ്വസിക്കുന്നതിന് കുഴപ്പമില്ല, വിശ്വസിക്കാൻ കഴിയും. കല്ലുകൾ സംസാരിച്ചില്ലേ? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലില്ലേ, എനിക്ക് ചില കല്ലുകളെ കുറിച്ച് അറിയാം. ഞാൻ അന്ന് റസൂലായിരുന്നില്ല. എന്റെ ചെറിയ പ്രായത്തിൽ മക്കയിലെ മുതലാളിമാർക്ക് വേണ്ടി ആട് മേയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ കാനത്തിൽ അസ്ജാറു തുസല്ലിമു അലയ്യ, എനിക്ക് കല്ലുകൾ സലാം പറയാറുണ്ടായിരുന്നു. ആ കല്ലിനെ ഇന്നും എനിക്കറിയാം. കല്ല് സലാം ചൊല്ലിയില്ലേ? കല്ലിന് സംസാരിക്കാൻ ശക്തിയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പക്ഷെ പടച്ചോൻ ശക്തി കൊടുത്താൽ കല്ല് സംസാരിക്കും. മരങ്ങൾ പ്രവാചകനോട് സലാം ചൊല്ലിയില്ലേ? മരങ്ങൾ പ്രവാചകന് വേണ്ടി തന്റെ മലമൂത്ര വിസർജനത്തിന് മറയായി മാറിയില്ലേ? അള്ളാഹു ശക്തി കൊടുത്താൽ ഏതിനും ശക്തി ഉണ്ടാകും. അള്ളാഹു പിൻവലിച്ച എല്ലാത്തിനും ശക്തി അവസാനിക്കുകയും ചെയ്യും. അറുവ, അബൂലഹബിന്റെ ഭാര്യയാണ് അറുവ. ഉമ്മു ജമീൽ എന്നാണ് മക്കക്കാരവരെ വിളിക്കുക. ഖുർആൻ പരിചയപ്പെടുത്തിയത് ഹമ്മാലത്തുൽ ഹത്തബ് എന്നാണ് അവരുടെ പേര് വിളിച്ചത്. അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട് സൂറത്ത് അവതരിച്ചു. തബ്ബത്തിയത് അബീലഹബ് എന്ന സൂറത്ത് അവതരിച്ചപ്പോ ഈ അറുവ, അബൂലഹബിന്റെ ഭാര്യ, ഒരു ചാട്ടവാറും കല്ലുമായി വരുന്നുണ്ട് പ്രവാചകനെ അന്വേഷിച്ചു. അബൂലഹബിനെ ആക്ഷേപിച്ചതിന്റെ, അവരെയും ആക്ഷേപിച്ചതിന്റെ പക തീർക്കാൻ വേണ്ടി കല്ലുമായി ചാട്ടവാറുമായി ഓടി വരുന്നുണ്ട് നബിയുടെ അടുക്കിലേക്ക്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കലുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി, അവള് വരുന്ന കണ്ടോ? അങ്ങേ എറിയാനാണ് അവള് വരുന്നത്, അങ്ങേ അടിക്കാനാണ് വരുന്നത്. അവളുടെ ഭർത്താവിനെതിരെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിന്റെ വാശി തീർക്കാനാണ് വരുന്നത്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹലൻ തറാനി, അബൂബക്കറെ പേടിക്കണ്ട, അവൾ എന്റെ അടുത്ത് വന്നാലും അവൾക്ക് എന്നെ കാണാൻ കഴിയില്ല. അറുവ വന്നു അബൂബക്കറിനെ കണ്ടു ചോദിച്ചു, ഐന സാഹിബുക്ക, നിന്റെ കൂട്ടുകാരൻ എവിടെയെന്ന് ചോദിച്ചു. ഇത് ചോദിക്കുന്ന സമയം അബൂബക്കറിന്റെ ഈ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നുണ്ട്. പക്ഷെ അറുവ കാണുന്നില്ല. അറുവയ്ക്ക് കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല, അബൂബക്കറിനെ കാണാം, പക്ഷെ നബിയെ കാണാൻ കഴിയുന്നില്ല. ഈ കാഴ്ച കൊടുത്ത പടച്ച തമ്പുരാൻ ആ നിമിഷത്തിൽ അറുവയുടെ കാഴ്ച പിൻവലിക്കുകയാണ്. പിന്നീട് അവർക്ക് കാഴ്ച ഉണ്ടാവും. ഏതൊരു ശക്തിയും പടച്ചോൻ കൊടുത്താൽ ഏതിനും ശക്തിയുണ്ട്, അള്ളാഹു പിൻവലിച്ചാൽ ഒന്നിനും ശക്തിയില്ല എന്ന് വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു സദസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചരിത്രം പറയുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. പൂർവികരുടെ ഒരു കഥ പറയുകയാണ് നബി. ഒരാള് തന്റെ കാളയുമായി നിലമൊഴുകാൻ വേണ്ടി പോയി. വൈകുന്നേരമായി തിരിച്ചു വരുമ്പോൾ നേരം അല്പം ഇരുട്ടിപ്പോയി. ആ മനുഷ്യൻ ഈ കാളയുടെ പുറത്ത് കയറി. അപ്പോൾ ആ കാള തിരിഞ്ഞെന്ന് സംസാരിച്ചു, ഇന്നീല മുഖലക്കിലി ഹാദ, മനുഷ്യ, എന്നെ സൃഷ്ടിക്കപ്പെട്ടത് എന്റെ പുറത്ത് കയറാനല്ല, അതിന് വേറെ മൃഗങ്ങളുണ്ടല്ലോ. എന്നെ സൃഷ്ടിക്കപ്പെട്ടത് നിലമൊഴുകാനാണ്.
അതുകൊണ്ട് എന്റെ പുറത്ത് നീ കയറരുത് എന്നൊരു കാള തിരിഞ്ഞു നിന്ന് ആ മനുഷ്യനോട് സംസാരിച്ചു എന്ന് പ്രവാചകൻ സദസ്സിൽ പറഞ്ഞപ്പോ ചില ആളുകൾ കുനിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ചിരിക്കാനും പരസ്പരം രഹസ്യം പറയാനും തുടങ്ങി. കണ്ടോ എന്ത് തള്ളണം മുഹമ്മദ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. നബി അല്പം നേരെ ഇരുന്നിട്ട് പറഞ്ഞു, ഹാദാ വഹ്യുൻ ഉൻസില ഇലയ്യ, ഇത് എനിക്കറിഞ്ഞ വഹിയാണ് ഞാൻ ഈ പറയുന്നത്. ആമൻതു ബിഹാദാ അബൂബക്കറിൻ ഉമർ, ഇതിൽ എനിക്ക് വിശ്വാസമുണ്ട്, അബൂബക്കറിനും വിശ്വാസമുണ്ട്, ഉമറിനും വിശ്വാസമുണ്ട്. ഇത് പറയുമ്പോൾ ആ സദസ്സിൽ അബൂബക്കർ ഉമറും ഇല്ല. എനിക്കിത് വിശ്വാസമാണ്, എന്റെ അബൂബക്കറിനും എന്റെ ഉമറിനും ഇത് വിശ്വാസമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് തതകല്ലമുൽ ബക്കറ, കാള സംസാരിക്കും. എന്ത് വിടലേ മുഹമ്മദ് വിടുന്നത്. അന്നത്തെ മെറ്റീരിയൽസുകളാണ് അവർ പറഞ്ഞത്, അന്നത്തെ യുക്തിവാദികളാണ് ഈ കുനിഞ്ഞിരുന്ന് ചിരിച്ചിട്ട് രഹസ്യം പറഞ്ഞത്. അവരോടാണ് പ്രവാചകൻ പറഞ്ഞത്, ഇത് വഹിയാണ്. വഹി നിങ്ങളുടെ യുക്തിയുമായി അളന്നു നോക്കാൻ പാടില്ല. വഹിയായി വിശ്വസിക്കുമ്പോഴേ ഒരാൾ യഥാർത്ഥത്തിൽ മുഅ്മിനായിത്തീരുന്നുള്ളൂ, ഈമാനായിക്കൊണ്ടായിത്തീരുന്നുള്ളൂ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ഒരു ദൂരം ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പോയി എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഈ ഐൻസ്റ്റീൻ ജനിച്ചത് അടുത്താണല്ലോ. 14 നൂറ്റാണ്ട് സഹാബത്തിനോട് ഇത് പറയുമ്പോൾ ഐൻസ്റ്റീൻ ജനിച്ചിട്ടില്ല, അന്ന് ആപേക്ഷിക സിദ്ധാന്തം ഇല്ല. അവര് വിശ്വസിച്ചു, 13 പേര് പുറത്തുപോയി, അവർക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് 3 ലക്ഷം കിലോമീറ്ററാണ്. എന്തിന്? സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ മുകളിൽ, 400 കിലോമീറ്റർ മുകളിൽ, ഭൂമിക്ക് മുകളിൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ISS എന്ന പേരിൽ അറിയപ്പെടുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും അതിനകത്ത് 3 പേരുണ്ട്. ഭൂമിക്ക് 400 കിലോമീറ്റർ മുകളിൽ ഒരു മണിക്കൂറിൽ 28,000 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. 90 മിനിറ്റ് കൊണ്ട് ഭൂമിയെ വലയം ചെയ്യും ഒരു പ്രാവശ്യം. 16 ഉദയവും 16 അസ്തയും ഒരു ദിവസം അവർക്ക് ഉണ്ടായിത്തീരും. മിനിഞ്ഞാന്ന് 3 പേര് വന്നല്ലോ, പസഫിക് സമുദ്രത്തിൽ ഇറങ്ങി. 4 പേര് പോയി. ഒരാൾക്ക് അസുഖമായപ്പോൾ ചികിത്സിക്കാൻ അവിടെ വകയില്ല, അവിടെ സംവിധാനമില്ല, ആശുപത്രിയില്ല. അവർ 4 പേര് ഇറങ്ങി വന്നിട്ടുണ്ട്. മിനിഞ്ഞാന്ന് പസഫിക് സമുദ്രത്തിൽ അവർ ഇറങ്ങിയിട്ടുണ്ട്, സ്പേസ് സ്റ്റേഷൻ. അവിടത്തെ ഘടികാരം, അവിടെ ഒരു ഘടികാരം വെച്ചാൽ അവിടത്തെ ഘടികാരവും ഭൂമിയിലെ ഘടികാരവും തമ്മിൽ 7 മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസം ഉണ്ടാവും. ഭൂമിയിലെ സമയമല്ല അവിടുത്തെ സമയം, 7 മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസം ഒരു ദിവസമുണ്ട്. 400 കിലോമീറ്റർ മുകളിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, 2 ആകാശങ്ങൾക്കിടയിൽ 5 ലക്ഷം പ്രകാശ വർഷമാണ് ദൂരം. അങ്ങനത്തെ 7 ആകാശങ്ങൾ കഴിഞ്ഞാണ് സിദ്റത്തുൽ മുന്തഹ. അങ്ങോട്ടാണ് മുഅ്മിനീങ്ങളുടെ റൂഹുകൾ പോവുക. അത് കഴിഞ്ഞിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ടു നബിയോട്, നബിയെ, ജിബ്രീൽ പറഞ്ഞു, ഇനി എനിക്ക് അങ്ങോട്ട് പ്രവേശനമില്ല, ഇവിടം വരെ അങ്ങയുടെ കൂടെ വരാൻ കഴിയുള്ളൂ. ദൈനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിറു നാജി റബ്ബക്കൽ ഖയ്യൂമ. ഉമർ ഖാലി പറഞ്ഞതുപോലെ ജിബ്രീൽ പറഞ്ഞു, ഇനി എനിക്ക് വരാൻ കഴിയില്ല, അങ്ങ് പൊക്കോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് പോയി അള്ളാഹുമായി സംസാരിച്ചിട്ട് തിരിച്ചു വന്നു. സ്പേസ് സ്റ്റേഷനിൽ 2025 വർഷം മുമ്പാണ് ഈ സ്പേസ് സ്റ്റേഷനൊക്കെ 5 അന്താരാഷ്ട്ര ഏജൻസികൾ കൂടി നിർമ്മിക്കുന്നത്. അതിനു മുമ്പ് ഇതൊന്നുമില്ലാത്തൊരു കാലത്ത് ഇങ്ങനെ ഒരു മുഅ്ജിസത്ത്, ഇങ്ങനെ ഒരു ആകാശയാത്ര നടന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. കാരണം പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. ഒരു മിനിറ്റിൽ 1,80,00,000 കിലോമീറ്ററാണ് പ്രകാശം സഞ്ചരിക്കുക. ഇത് സാധാരണ പ്രകാശത്തിന്റെ വേഗതയെ പറയുന്നത്. സാധാരണ പ്രകാശം. മലക്കുകളെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകാശത്താലാണ്. മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെടും. അവരുടെ വേഗത എത്രയാണ്? ഓരോ ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട മലക്കുകളുണ്ട്. അവർ അതാത് ജമാഅത്തിന് വരും, അത് കഴിയുമ്പോൾ തിരിച്ചു പോകും. ജുമയ്ക്ക് നിയോഗിക്കപ്പെട്ട മലക്കുകൾ ഇവിടെ ഉണ്ട്. ഇവര് ജുമ കഴിഞ്ഞ് തിരിച്ചു പോകും. ഈ മലക്കുകൾ എപ്പോഴാണ് ആകാശത്തുനിന്ന് വന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? ഈ മലക്കുകൾ 7-ാം ആകാശത്തിനപ്പുറത്ത് അർശിന്റെ ചോട്ടിലാണ്. ജുമയുടെ ബാങ്ക് വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ അവിടുന്ന് വന്നത്. ബാങ്ക് വിളി തീരുന്നതിന് മുമ്പ് പുത്തമ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും സമയം മതി മലക്കുകൾക്ക് അവിടെ നിന്ന് ഇവിടെ എത്താൻ. അവർ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. സാധാരണ മലക്കുകളുടെ കാര്യം പറയുന്നത്. ഈ മലക്കുകളുടെ നേതാവാണ് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇവരുടെ നേതാവാണ്. ശക്തിപ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. ഈ ജിബ്രീലിന്റെ സ്പീഡ് എത്രയെന്നറിയൂ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന ഒരു സംഭവമുണ്ട്. സൂറത്ത് യൂസുഫ് പറയുന്നുണ്ടല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഈ പൊട്ടക്കിണറ്റിന്റെ വക്കിൽ നിന്ന് സഹോദരങ്ങൾ കിണറ്റിലേക്ക് യൂസുഫിനെ ഇടുന്ന സമയം ഞാൻ അർശിന്റെ ചോട്ടിലാണ്. അപ്പോഴാണ് പടച്ചോൻ പറഞ്ഞത്, ജിബ്രീലെ ചെല്ല്, യൂസുഫിനെ കിണറ്റിലേക്ക് എറിയുന്നുണ്ട്. യൂസുഫ് കിണറിന്റെ താഴെ എത്തുന്നതിന് മുമ്പ് ഞാൻ അവിടെ വന്ന് യൂസുഫിനെ കയ്യിൽ പിടിച്ചു.
അർശിന്റെ ചോട്ടിലുള്ള ജിബ്രീൽ. എന്താണ് ഈ മലക്കിന്റെ സ്പീഡ്? ഈ മലക്ക് നബിയുടെ താഴെയാണ്. അഫ്ളലു ഹൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബിയെ കൊണ്ട് ഇത് കഴിയില്ല എന്ന് ഒരു യുക്തിവാദിക്ക് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ശക്തിപ്രകാശത്തിന്റെ 600 ചിറകുണ്ട് ജിബ്രീലിന്. 600 ചിറക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറിജിനൽ രൂപത്തിൽ 2 പ്രാവശ്യമേ ജിബ്രീലിനെ കണ്ടിട്ടുള്ളൂ. ഈ 600 ചിറകോടുകൂടി ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ അള്ളാഹു നശിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ വരുമ്പോ, ഇന്നത്തെ ചാവുകടലുണ്ട് ഡെഡ് സീയെ നിർമ്മിച്ചത് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, എന്റെ ഒരു ചിറകിന്റെ 600 ചിറകിൽ ഒരു ചിറകിന്റെ ഒരു തെർഫ്, ഒരു തെല്ലുകൊണ്ടാണ് ഞാൻ ചാവുകടൽ ഉണ്ടാക്കിയത്. അതുണ്ടാക്കുമ്പോൾ 1050 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുണ്ട് ചാവുകടലിന്. ഇന്നതിൽ 605 കിലോമീറ്ററേ വെള്ളമുള്ളൂ. 605 സ്ക്വയർ കിലോമീറ്റർ ഇന്നതിന് വിസ്താരമുള്ളൂ. വെള്ളം ചുരുങ്ങി. ഈ 1050 സ്ക്വയർ കിലോമീറ്റർ വരുന്ന ചാവുകടൽ നിർമ്മിക്കാൻ ജിബ്രീലിന് വേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ 600 ചിറകുകളിൽ ഒരു ചിറകിന്റെ ഒരു തെല്ല് മാത്രമാണ്, ഒരറ്റം മാത്രമാണ്. ഇതാണ് ജിബ്രീലിന്റെ ശക്തി. ഈ ജിബ്രീലിന്റെയും സർവ്വലോകത്തിന്റെയും പടച്ചതമ്പുരാൻ കഴിഞ്ഞ അഫ്ളലു ഹൽക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇങ്ങനൊരു സ്പീഡിൽ ഇങ്ങനൊരു യാത്ര നടത്തി വരാൻ കഴിയില്ല എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അങ്ങനെ മനസ്സിലൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ഈമാന്റെ വിഷയത്തിലാണ് നമ്മൾ സംശയിക്കേണ്ടി വരിക. അതുകൊണ്ട് നമ്മുടെ ലോജിക്ക് കൊണ്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സംഭവം മാത്രമാണ് ഈ ഇസ്രാ മിഅ്റാജ് എന്നൊക്കെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. 4 പേരെ കാണുന്നുണ്ട്. 4 പ്രതികരണമാണ് ഉണ്ടായത്. ആദ്യം കണ്ടത് ഉമ്മുഹാനിനെയാണ്, അബൂ താലിബിന്റെ മകൾ, അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി. ഉമ്മുഹാനിയുടെ അടുക്കലേക്കാണ് ആദ്യം വരുന്നത്. ഉമ്മുഹാനിയോട് പറഞ്ഞു, ഉമ്മുഹാനി, ഞാനൊരു യാത്ര കഴിഞ്ഞ് വരികയാണ്. ഉമ്മുഹാനി മുസ്ലിമാണ്. ഉമ്മുഹാനി നബിയോട് പറഞ്ഞത്, നബി ഇതാരോടും പറയരുത്, ജനങ്ങൾ വിശ്വസിക്കൂല. അവരങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ നബിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്ര വലിയൊരു അത്ഭുത യാത്ര നടത്തി, അത്ഭുതങ്ങൾ കണ്ട്, സ്വർഗനരകങ്ങൾ കണ്ടു വന്ന നബിക്ക് ഇത് പറയരുതെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ പരിസരത്തേക്ക് വരുമ്പോൾ അവിടെ അബൂജഹൽ ഇരിപ്പുണ്ട്. അബൂജഹൽ ചോദിച്ചു, പുതിയ വിശേഷം എന്തെങ്കിലും ഉണ്ടോ മുഹമ്മദേ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പുതിയ വിശേഷമുണ്ട്, ഞാൻ ഇന്നിങ്ങനെ ഒരു യാത്ര പോയി. അതിന്റെ വിവരണങ്ങളൊക്കെ കൊടുത്തപ്പോൾ അബൂജഹൽ പരിഹാസത്തോടുകൂടി ചിരിച്ചു. 2ാമത്തെ പ്രതികരണം അബൂജഹലിന്റേതാണ്, പരിഹാസത്തിന്റേതാണ്. അബൂജഹൽ ചോദിച്ചു, ഇത് നീ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പറയുമെന്ന് വെച്ചു. എന്നോട് പറഞ്ഞു, ആളുകളെ കൂട്ടിയത് പറയാൻ തയ്യാറാണെന്ന് വെച്ചു. അത് എന്താണ് കുഴപ്പം? ആളുകളെ കൂട്ടി ആളുകളുടെ മുന്നിൽ വെച്ച് വിശ്വാസി സംഭവം പറഞ്ഞു. 2ാമത്തെ പ്രതികരണം പരിഹാസത്തിന്റേതാണ്. 1ാമത്തെ പ്രതികരണം മറച്ചുവെക്കണമെന്ന് ഉമ്മുഹാനിയുടേതാണ്. 3ാമത്തെ പ്രതികരണം മുത്ഇം ഇബ്നു അദിയിന്റേതാണ്. മുത്ഇം ഇബ്നു അദി മുസ്ലിമല്ല, പക്ഷെ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ബഹിഷ്കരണം ഏർപ്പെടുത്തിയപ്പോ ആ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള എഗ്രിമെന്റ് കഅബയിൽ നിന്നും വലിച്ചുകീറി കളഞ്ഞ മനുഷ്യനാണ് മുത്ഇം ഇബ്നു അദി. തായിഫിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡനമേറ്റു വരുമ്പോ തന്റെ 4 മക്കളെയും ആഭരണങ്ങൾ എണീച്ചുകൊണ്ട്, തന്റെ 4 മക്കൾക്കും ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് കഅബയുടെ 4 മൂലയിലും നിർത്തി സെയ്ദിനെയും നബിയെയും പ്രതിരോധിച്ച മനുഷ്യനാണ് മുത്ഇം ഇബ്നു അദി. മുസ്ലിമല്ല. അദ്ദേഹത്തോടാണ് 3ാമത് നബി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദേ, ഇന്നലെ വരെ നീ പറഞ്ഞ കാര്യങ്ങൾ ലോജിക്കിന് നിരക്കുന്നതായിരുന്നു. ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ലോജിക്കിന് നിരക്കൂല എന്നാണ് 3ാമത്തെ ആള് പറഞ്ഞത്. 4ാമത് പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ്. അബൂജഹൽ ചോദിച്ചു, നിങ്ങൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സിദ്ദീഖേ, ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ മുഹമ്മദ്, എന്തു പറയുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കത് വിശ്വസിക്കാൻ ഒരു പ്രയാസമില്ല, ഇതിനേക്കാൾ വലുത് വിശ്വസിച്ചയാളാണ് ഞാൻ. ആകാശത്തുനിന്ന് വഹി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. ഇത് വിശ്വസിക്കാൻ എനിക്കെന്ത് പ്രയാസം? അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് എന്ന് പേര് ലഭിച്ചത്. ചുരുക്കത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കൽ നിർബന്ധമായ, സർവോപരി നമ്മുടെ നമസ്കാരം അല്ലാഹു സമ്മാനമായി നൽകിയ ഒരു സുപ്രധാനമായ ഒരു രാത്രിയിലേക്കാണ് ഇന്ന് അസ്തമയത്തോടുകൂടി നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മിഅ്റാജിന്റെ ചരിത്രവും പാഠവും ഉൾക്കൊള്ളാനും അതിന്റെ സന്ദേശങ്ങൾ കൊണ്ട് ജീവിക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.